Question number 4. Given below are two statements. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി GOC ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ടോപ്പിക് ക്വസ്റ്റ്യൻ ആണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചോദ്യമാണ്. മക്കളെ എന്താണ് തന്നിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ഈ കോമ്പൗണ്ടിനേക്കാൾ വേഗത്തിൽ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് നടക്കുമെന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണ്. കാരണം ഇവിടെ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ നടക്കും. കാരണം നൈട്രജൻ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ആ ലോൺ പെയർ ഇവിടെ അറ്റാക്ക് ചെയ്യും. ആസ് എ റിസൾട്ട് ക്ലോറിന്റെ ലീവിങ് വളരെ ഈസി ആകും. വളരെ ഈസി ആകുന്നു മാത്രമല്ല, ഇതെന്തായിട്ട് മാറുകടാ? 2 എത്തൈൽ ഗ്രൂപ്പുകൾ, ഇത് ഒരു ഇന്റേണൽ ബോണ്ടിങ് നടക്കും. റെഡി അല്ലേ? ഒരു ഇന്റേണൽ ബോണ്ടിങ് നടക്കും. ഇതാണ് പിന്നീട് എന്ത് ചെയ്യപ്പെടുന്നത്? ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് നടന്ന് OH മൈനസുമായി റിയാക്ട് ചെയ്ത് CH2OH ആയി മാറുന്നത്. ഇവിടെ നടക്കുന്ന റിയാക്ഷനും ഫൈനൽ പ്രൊഡക്റ്റ് സെയിം തന്നെയാണെങ്കിലും ഇവിടെ നടക്കുന്ന ഈ ഒരു ഫാസ്റ്റർ റേറ്റിൽ ഇവിടെ നടക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ നടക്കുന്ന കേസുകളിൽ നോർമൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനേക്കാൾ വേഗത്തിൽ റിയാക്ഷൻ നടക്കും. സ്റ്റേറ്റ്മെന്റ് 2. ആദ്യത്തെ കോമൺ നമ്പർ 1 intramolecular substitution takes place by involving lone pair of electron of nitrogen is also correct. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. And for the right answer is option 3. Both the statements are correct. നല്ല ചോദ്യമായിരുന്നു.